ഹംബലി മദ്ഹബിൻ്റെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം മിഹ്ന കാലഘട്ടം. ഹംബലി ഇമാമിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായം എന്ന് തന്നെ പറയാം മിഹ്ന. പീഡന പരീക്ഷണ കാലഘട്ടം, വിചാരണ കാലഘട്ടം എന്നൊക്കെയാണ്. ഇത് AD 833 തുടങ്ങി ഏതാണ്ട് ഒരു 15 വർഷക്കാലം നീണ്ടു നിന്ന ഇമാമിൻ്റെ ജീവിതത്തിലെ ഒരു പീഡന കാലഘട്ടമാണ്. ഈ മിഹ്ന അത് ആരംഭിക്കുന്നത് മഅ്മൂൻ എന്ന അബ്ബാസിയ ഖലീഫയുടെ കാലഘട്ടത്തിലാണ്. നിർഭാഗ്യവശാൽ ഈ മഅ്മൂൻ ഹാരൂൻ റഷീദിൻ്റെ മകനാണ്. ഈ ഷാഫി ഇമാം ബാഗ്ദാദിൽ നിന്ന് ഈജിപ്തിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ 1-2 ശിഷ്യന്മാരും കൂടെ പോകുന്നുണ്ട്. ഷാഫി ഇമാം ഈജിപ്തിലെത്തിയ ഉടനെ അദ്ദേഹം ഒരു സന്ദേശം എഴുതിയുണ്ടാക്കിയിട്ട് അത് അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു തിരിച്ച് ബാഗ്ദാദിലേക്ക് തന്നെ പോകണം. ഇവരപ്പോൾ ബാഗ്ദാദിൽ നിന്ന് ഈജിപ്തിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ. ആ സമയത്ത് പറഞ്ഞു, നീ തിരിച്ച് ബാഗ്ദാദിലേക്ക് തന്നെ പോകണം, അഹ്മദ് ബിൻ ഹംബലിൻ്റെ കയ്യിൽ കൊണ്ടുപോയിട്ട് ഈ സന്ദേശം എത്തിക്കണം, അദ്ദേഹത്തിൻ്റെ മറുപടി തേടി വരണം എന്ന് പറഞ്ഞു. അവരാ സമയത്ത് ഈജിപ്തിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ. ഏതാണ്ട് 10-50 ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് ഇവർ ഈജിപ്തിലെത്തുന്നത്. പറഞ്ഞു, നീ അഹ്മദ് ബിൻ ഹംബലിൻ്റെ അടുത്ത് പോയിട്ട് ഈ സന്ദേശത്തിൻ്റെ മറുപടി തേടി വരണം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ അങ്ങനെ തിരിച്ച് ബാഗ്ദാദിലേക്ക് തന്നെ പോയി അഹ്മദ് ബിൻ ഹംബലിനെ കണ്ടു. ഈ ഒരു സന്ദേശം കൈമാറാണ്. ഈ ഒരു എഴുത്ത് അത് ഒട്ടിച്ച് സീൽ ചെയ്ത രൂപത്തിലാണ് ഉണ്ടായിരുന്നത്. പറഞ്ഞു, ഇത് നിങ്ങളുടെ സഹോദരൻ ഷാഫി തന്ന് ഏൽപ്പിച്ചിട്ടുള്ളതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഹംബലി ഇമാം ഈ എഴുത്ത് വാങ്ങി അത് പൊട്ടിച്ച് വായിക്കാൻ തുടങ്ങുകയാണ്. ഇമാം ഇത് വായിച്ച് തുടങ്ങിയപ്പോൾ ഇമാമിൻ്റെ മുഖം ചുവക്കാൻ തുടങ്ങി. ഇമാമിൻ്റെ മുഖം മാറി. ഇമാം തേങ്ങിക്കരയാൻ തുടങ്ങി. ഇമാം ആ എഴുത്ത് വായിച്ചൊരു ഭാഗത്തേക്ക് നീക്കി വെച്ചിട്ട് ഇമാമത്തിൻ്റെ നെഞ്ചത്ത് ഇങ്ങനെ തട്ടാൻ തുടങ്ങി. ഇങ്ങനെ സങ്കടപ്പെട്ട് കരയാണ്. ഇയാൾ ചോദിച്ചു, യാ അബാ അബ്ദില്ല, നിങ്ങൾ എന്തിനാണ് കരയുന്നത് എന്ന് ചോദിച്ചു. അങ്ങനെ ഈ എഴുത്തിൻ്റെ ഉള്ളടക്കം ഇമാം വിവരിക്കുകയാണ്. ഷാഫി ഇമാം എഴുതിയതിനെക്കുറിച്ച് പറയാണ്. ഷാഫി ഇമാം ഒരു സ്വപ്നത്തിൽ റസൂലിനെ കാണുകയാണ്. റസൂൽ പറഞ്ഞു, അഹ്മദ് ബിൻ ഹംബലിന് ഒരു സന്ദേശം അയക്കണം, എൻ്റെ സലാം അറിയിക്കണം, ഖുർആൻ ഒരു സൃഷ്ടിയാണ് എന്ന് പറയിക്കാൻ ഭരണകർത്താക്കൾ ശ്രമിക്കും, അത്തരത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ അവന് നേരിടേണ്ടി വരും, അവരോട് പ്രതികരിക്കരുത് എന്ന് പറയണം, റബ്ബ് അവനെ അത്യുന്നതങ്ങളിൽ എത്തിക്കും. അങ്ങനെ ആ ഒരു എഴുത്തിന് മറുപടിയായിട്ട് ഇമാം പറഞ്ഞു, ഇമാം ഷാഫിയുടെ അടുത്ത് ചെല്ലുക, എൻ്റെ സലാം അറിയിക്കുക, റസൂലിൻ്റെ മേലും എൻ്റെ സലാം അറിയിക്കുക, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുക, ഈ ഒരു പരീക്ഷണ കാലഘട്ടം എളുപ്പമാകാൻ വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുക. ഈ മിഹ്ന സംഭവിക്കുന്നത് ഈ ഖുർആൻ്റെ സൃഷ്ടിപ്പുമായി നടക്കുന്ന മതപരമായിട്ടുള്ള ഒരു തർക്കത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഫിത്നത്ത് ഖലക്കൽ ഖുർആൻ അല്ലെങ്കിൽ മിഹ്നത്ത് ഖലക്കൽ ഖുർആൻ എന്നൊക്കെയാണ് ഇതിന് പറയുന്നത്. അതായത് ഈ ഖുർആൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ചുള്ള 2 സിദ്ധാന്തങ്ങളാണ്. ഒന്ന്, ഖുർആൻ അത് അള്ളാഹുവിൻ്റെ കലാമാണ്, അതൊരു പ്രത്യേക സമയത്ത് ഉണ്ടായതല്ല, അതെല്ലാ കാലത്തും അനാദിയായി നിലകൊള്ളുന്ന ഒന്നാണ്, പരമ്പരാഗത വിശ്വാസം. രണ്ടാമത്തെ സിദ്ധാന്തം, ഖുർആൻ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ സൃഷ്ടിക്കപ്പെട്ടതാണ്, അത് അനാദിയല്ല, അത് അള്ളാഹുവിൻ്റെ കലാം തന്നെയാണ്, ഒരു പ്രത്യേക സമയത്ത് ഉണ്ടായതാണ്. ഇതൊരു ലോജിക്കൽ അപ്രോച്ചാണ്. ഇത് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു വിഷയമാണ്, ചുരുക്കി പറയാൻ പറ്റുന്ന ഒന്നല്ല. ഫിത്നത്ത് ഖലക്കൽ ഖുർആൻ, ഖുർആൻ സൃഷ്ടിപ്പിൻ്റെ ഫിത്ന. ഈ ഒരു ഫിത്ന തുടങ്ങി വെക്കുന്നത് ജാദ് ബിൻ ദിർഹം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഇയാളുണ്ടായിരുന്നത് ഉമവിയാക്കാരുടെ കാലത്താണ്. ഇയാൾ പറഞ്ഞു, അള്ളാഹു എല്ലാ സാധനങ്ങളും സൃഷ്ടിച്ച പോലെ ഖുർആനും സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞു. ഇയാളിത് സാധൂകരിക്കാൻ വേണ്ടി മറ്റ് ചില അവകാശവാദങ്ങൾ കൂടി നടത്തുന്നുണ്ട്. അങ്ങനെ അന്നത്തെ ഉമവിയ ഖലീഫ ഇയാളെ പിടിച്ച് വധിച്ച് കളയുകയാണ് ചെയ്യുന്നത്. അതങ്ങനെ കഴിഞ്ഞു. പിന്നെ ഇയാളുടെ ശിഷ്യൻ ജഹം ഇബ്ന് സഫ്വാൻ, ഈ ജാദ് ബിൻ ദിർഹം കൊല ചെയ്യപ്പെട്ടപ്പോൾ അവിടുന്ന് മുങ്ങിയതാണ്. ഇയാൾ പിന്നീട് പൊങ്ങുന്നത് അബ്ബാസിയക്കാരുടെ കാലത്താണ്. ആ ഒരു സമയത്ത് ഇയാളങ്ങനെ രംഗത്തേക്ക് വരികയും ഇയാളുടെ ഈ ഒരു ആശയം ജനങ്ങളിലേക്ക് പ്രചരിപ്പിക്കുകയും ചെയ്യുകയാണ്. ഇതാ ഒരു സമയത്ത് വളരെയധികം പ്രസിദ്ധി ആർജിക്കുകയും ചെയ്യുന്നുണ്ട്. ജഹ്മിയ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ജഹ്മിസം എന്നൊക്കെയാണ് ഇതിന് പറയുന്നത്. ഇത് വളരെ പ്രസിദ്ധമാണ്. ഇതിപ്പോൾ ഹംബലി ഇമാമിൻ്റെ കാലത്താണ്. ഇമാം ഇയാളുടെ ഈ ആശയങ്ങളെ ശക്തമായി എതിർക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്.
ഹാറൂന റഷീദിൻ്റെ കാലത്ത് ഈ ജഹ്മിയ ആശയങ്ങളെക്കുറിച്ച് അദ്ദേഹം അറിയുകയും അങ്ങനെ ഈ ജഹം ബിൻ സഫ്വാനെ പിടിച്ച് വധിച്ചു കളയാൻ ഉത്തരവിടുകയും ചെയ്യുന്നുണ്ട്. ഈ ജഹം ബിൻ സഫ്വാൻ അങ്ങനെ പിന്നീട് വീണ്ടും ഒളിവിലേക്ക് പോയി. പിന്നീട് ഹാറൂന റഷീദിൻ്റെ കാലം കഴിഞ്ഞു. അതിനുശേഷം ഹാറൂന റഷീദിൻ്റെ മകൻ അൽ അമീൻ ഖലീഫയായിട്ട് വന്നു. അദ്ദേഹം ഏതാണ്ട് 5 വർഷക്കാലം ഭരിക്കുന്നുണ്ട്. ആ ഒരു സമയത്തും ജഹം ബിൻ സഫ്വാൻ ഒളിവിൽ തന്നെയാണ്. അതിനുശേഷമാണ് പിന്നീട് മഅ്മൂൻ ഖലീഫയായി ഭരണമേൽക്കുന്നത്, ഹാറൂന റഷീദിൻ്റെ മറ്റൊരു മകൻ. ഈ മഅ്മൂൻ്റെ കാലത്ത് ഈ ജഹം പിന്നീട് രംഗത്തേക്ക് വരികയും ഖലീഫയെ ഈ ആശയങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. പതുക്കെ ഇയാൾ ഈ ആശയങ്ങൾ മഅ്മൂൻ ഖലീഫയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും അങ്ങനെ ഇയാളുടെ വരുതിയിലാക്കുകയും ചെയ്യുകയാണ്. ഇതങ്ങനെ പിന്നീട് ഖലീഫ ഏറ്റെടുക്കുകയാണ്. ഇയാൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും അറിയുകയും ഇതങ്ങനെ പതുക്കെ അംഗീകരിച്ച് തുടങ്ങുകയും ചെയ്യുകയാണ്. ഇതിപ്പോൾ ഖുർആൻ്റെ സൃഷ്ടിപ്പിൻ്റെ കാര്യത്തിലാണ്. ഖലക്കൽ ഖുർആൻ, അത് സൃഷ്ടിയാണോ അതോ സൃഷ്ടാവിൻ്റെ ഭാഗമാണോ എന്നതാണ് തർക്കം. ഈ മഅ്മൂൻ ഈ ഒരു ആശയം അങ്ങനെ ഏറ്റെടുത്തു. ഇത് തൻ്റെ ഭരണത്തിൽ നിയമമാക്കി മാറ്റുകയാണ്. അന്നത്തെ ബാഗ്ദാദിലെ പ്രധാന പള്ളിയുടെ വാതിലിൻ്റെ മേൽ ഇത് ആലേഖനം ചെയ്തു വെച്ചു എന്നാണ്. കലാമുല്ലാഹി മഖ്ലൂഖ്, അള്ളാഹുവിൻ്റെ വചനം, അത് സൃഷ്ടിക്കപ്പെട്ടതാണ്. ഇതങ്ങനെ എല്ലാവരും അംഗീകരിക്കൽ നിയമമായി വരികയാണ്. അന്നുള്ള എല്ലാ കാളിമാരും ഇമാമിയങ്ങളും ഈ ഒരു വാക്യം അത് സാക്ഷ്യപ്പെടുത്തണം എന്ന് ഉത്തരവിറക്കി. ഇത് അംഗീകരിക്കാത്ത ആലിമീങ്ങളോ കാളിമാരോ ആരുമായിക്കൊള്ളട്ടെ അവരെ രാജകൊട്ടാരത്തിൽ കൊണ്ടുവരണം എന്ന് ഉത്തരവിട്ടു. ഖലീഫ തൻ്റെ സ്വന്തം വാളുകൊണ്ട് അവരെ തലവെട്ടി കൊന്നുകളയും. കാര്യങ്ങൾ കൈവിട്ട് പോവുകയാണ്. കലാമുല്ലാഹി മഖ്ലൂഖ് പറയപ്പെടുന്നത് ബാഗ്ദാദിലും ചുറ്റപ്പെട്ട പ്രദേശങ്ങളിലുമായിട്ട് 700-ലധികം ആലിമീങ്ങൾ ഈ ഒരു ആശയത്തെ അവരുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടി അംഗീകരിച്ചു കൊടുത്തു എന്നാണ്. കലാമുല്ലാഹി മഖ്ലൂഖ്, ഖുർആൻ അത് സൃഷ്ടിക്കപ്പെട്ടതാണ്, അള്ളാഹുവിൻ്റെ വചനം സൃഷ്ടിക്കപ്പെട്ടതാണ്. ഇതാ സമയത്ത് ഈ ഒരു വിഷയത്തെ അംഗീകരിച്ച് കൊടുക്കാത്ത 2 പണ്ഡിതന്മാരാണ്. അതിലൊന്നാണ് ഹംബലി ഇമാം, മറ്റൊന്ന് മുഹമ്മദ് ബിൻ നൂഹ് എന്ന് പറയുന്നൊരു പണ്ഡിതനാണ്. ഇവരെ 2 പേരെയും രാജഭടന്മാർ വന്നിട്ട് പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഈ മുഹമ്മദ് ബിൻ നൂഹ് പക്ഷേ അങ്ങോട്ടേക്ക് എത്തുന്നില്ല. ആ കൊണ്ടുപോകുന്ന വഴിയിൽ തന്നെ അദ്ദേഹം മരിച്ചു പോവുകയാണ്. പിന്നെ ബാക്കിയാവുന്നത് ഹംബലി ഇമാമാണ്. ഹംബലി ഇമാമിൻ്റെ അടുത്തേക്ക് ഈ രാജഭടന്മാർ വന്നു, ചോദിച്ചു, ഖുർആനെ കുറിച്ച് നിങ്ങൾ എന്തു പറയുന്നു എന്ന് ചോദിച്ചു. ഇമാമ് പറഞ്ഞു, ഖുർആൻ അള്ളാഹുവിൻ്റെ വചനമാണ്, അത് സൃഷ്ടിക്കപ്പെട്ടതല്ല എന്ന് പറഞ്ഞു. ഈ ഭടന്മാർ ചോദിച്ചു, നിങ്ങൾ ഈ പറഞ്ഞത് ഖലീഫ അറിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ എന്താകും എന്ന് ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇമാമ് പറഞ്ഞു, നിങ്ങളുടെ ഖലീഫയല്ല, എനിക്കെൻ്റെ റബ്ബിനെക്കുറിച്ചാണ് ചിന്ത എന്ന് പറഞ്ഞു. ഈ ഭടന്മാർ പറഞ്ഞു, യാ ഇമാം, നിങ്ങളെ ഖലീഫയുടെ അടുത്ത് എത്തിച്ചാൽ നിങ്ങളെ ഉറപ്പായിട്ടും അയാൾ വധിച്ചു കളയും. അങ്ങനെ ഇമാമ് മഅ്മൂനെ എനിക്ക് കാണേണ്ട ഒരു അവസ്ഥ നീ വരുത്തല്ല റബ്ബേ എന്ന് ദുആ ചെയ്തു എന്നാണ്. അങ്ങനെ പിന്നീട് ഈ ഭടന്മാർ ഇമാമിനെ ചങ്ങലയിൽ ബന്ധിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ അന്ന് രാത്രി മഅ്മൂൻ മരിച്ചു പോവുകയാണ്. മഅ്മൂന് മരണം സംഭവിക്കുകയാണ്, സ്വാഭാവിക മരണം. ഇമാമിനെ ചങ്ങലയിൽ ബന്ധിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്ന അതേ ദിവസം. അങ്ങനെ ഇമാമിനെ പിന്നീട് കൊണ്ടുപോയിട്ട് നേരെ ജയിലിൽ കൊണ്ടുപോയി ഇടുകയാണ്, തടവിലാക്കുകയാണ്. ഈ മഅ്മൂന് ശേഷം അയാളുടെ സഹോദരൻ മുഅ്തസിം ബില്ല അടുത്ത ഖലീഫയാവുകയാണ്. ഇയാളും ആ ഒരു ആശയം നിലനിർത്തി, അത് നിയമമാക്കി. ഇയാൾ ഖലീഫയായപ്പോൾ ഈ ഇമാമിനെ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. ഇമാമിനെ വിചാരണ ചെയ്യണം, അതിനെക്കുറിച്ച് ചോദിച്ചു. മുഅ്തസിം പറഞ്ഞു, ഇമാമ് കുറച്ച് കാലം കൂടെ അങ്ങനെ ജയിലിൽ തന്നെ കിടക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം എന്ന് പറഞ്ഞിട്ട് ഇമാമിനെ ജയിലിൽ തന്നെ ഇട്ടു. വിചാരണയില്ലാതെ 3 വർഷക്കാലം ഇമാമിനെ ജയിലിലിട്ടു എന്നാണ്. ഈ ഒരു കാലയളവിൽ ഒരുപാട് ആളുകൾ ഇമാമിനെ വന്ന് കാണുകയും ഇമാമിൽ നിന്ന് ഒരുപാട് ഹദീസുകളും മറ്റുമൊക്കെ എഴുതിയെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആളുകൾ വന്നിട്ട് പറഞ്ഞു, യാ ഇമാം, നിങ്ങൾ ഈ നിലപാടൊന്ന് മറച്ചു പിടിക്കണം, നിങ്ങളുടെ വിശ്വാസമൊന്നും മാറ്റണ്ട, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഈ നിലപാട് അതൊന്ന് മറച്ചു പിടിക്കണം എന്ന് പറഞ്ഞു. പരസ്യമായി എതിർക്കുന്നത് മാറ്റണം. മാത്രമല്ല, നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് ഇമാമിയങ്ങൾ ഇത് ശരിവെച്ച് കൊടുത്ത ആളുകളാണ്, അവർ ഖലീഫ ആഗ്രഹിച്ച പോലെ അംഗീകരിച്ചു കൊടുത്ത ആളുകളാണ് എന്ന് പറഞ്ഞിട്ട് കുറേ ആലിമീങ്ങളുടെ പേരിങ്ങനെ എടുത്ത് പറയാൻ തുടങ്ങി. ഇമാമുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരുപാട് ആലിമീങ്ങളും പണ്ഡിതന്മാരും ഈ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇമാമിന് ഈ പേരുകൾ കേട്ടപ്പോൾ സങ്കടം വരാൻ തുടങ്ങി. ആ പേരുകളിൽ ഇമാമിനെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയത് ഇമാമിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും വലിയ പണ്ഡിതനുമായിട്ടുള്ള
യഹ്യ ഇബ്നു മഈൻ്റെ പേര് കേട്ടപ്പോഴാണ്. അദ്ദേഹം അത് ശരിവെച്ചു കൊടുത്തു എന്നറിഞ്ഞപ്പോൾ ഇമാമിന് വലിയ സങ്കടമായി. പറയപ്പെടുന്നത് ഇമാം പിന്നീട് ഒരിക്കലും യഹ്യ ഇബ്നു മഈനുമായിട്ട് സംസാരിച്ചിട്ടില്ല എന്നാണ്. ആളുകൾ ചോദിച്ചു, ഈ യഹ്യയുടെ അടുത്ത് നിന്നുള്ള ഹദീസുകൾ ഞങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു. ഇമാം പറഞ്ഞു, യഹ്യ പണ്ഡിതനാണ്, വിശ്വസ്തനാണ്, അവൻ്റെ ഹദീസുകൾ തീർച്ചയായും സ്വീകരിക്കാം എന്ന് പറഞ്ഞു. പക്ഷേ ഇമാമിന് ഇത് വലിയ വിഷമായി. അതുകൊണ്ട് തന്നെ പിന്നീട് ഒരിക്കലും യഹ്യ ഇബ്നു മഈനുമായിട്ട് ഇമാം സംസാരിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഈ മിഹ്നയ്ക്ക് ശേഷം പിന്നീട് ഉണ്ടായിട്ടില്ല എന്നാണ്. ഇമാമിൻ്റെ കുടുംബത്തിൽപ്പെട്ട മുതിർന്ന ഒരാൾ ഇസ്ഹാക്ക്, അദ്ദേഹം വന്നിട്ട് ഇമാമിനോട് പറഞ്ഞു, നീ അത് വെറുതെ ഒന്ന് സമ്മതിച്ചു കൊടുക്ക്, ഖലീഫക്ക് വെറുതെ അതൊന്ന് കേട്ടാൽ മതി, നീ നിൻ്റെ വിശ്വാസം മാറ്റണ്ട, മറ്റ് ആലിമീങ്ങളും അവരുടെ വിശ്വാസം മാറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. ഇമാം ഇസ്ഹാക്കിൻ്റെ കൈക്ക് പിടിച്ചിട്ട് ഈ തടവറയുടെ ഒരു മൂലയ്ക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോയി. എന്നിട്ട് ഇങ്ങനെ ദൂരേക്ക് ചൂണ്ടി കാണിച്ചു കൊടുത്തു. അവിടെ കുറേ ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. ഇമാം പറഞ്ഞു, അവിടെ ആ കൂടി നിൽക്കുന്ന ആളുകൾ ഞാൻ പറയുന്നത് കേൾക്കാനും അത് എഴുതിയെടുക്കാനും വേണ്ടി നിൽക്കുന്ന ആളുകളാണ്. അവരെന്നെ വിശ്വസിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. ഖലീഫയ്ക്ക് വേണ്ടി ഞാനങ്ങനെ മാറ്റി പറഞ്ഞാൽ അത് അവരിലൊരാൾ എഴുതിയെടുക്കുകയും ആ ഒരു വിശ്വാസത്തിൽ അയാൾ മരിച്ചു പോവുകയും ചെയ്താൽ ഞാൻ എൻ്റെ റബ്ബിനോട് എന്ത് സമാധാനം പറയും എന്ന് ചോദിച്ചു. ഞാനും അത് മാറ്റി പറഞ്ഞാൽ അത് എന്നേക്കുമായിട്ട് ഇല്ലാതെയാവും, ദീൻ എന്നേക്കുമായിട്ട് കളങ്കപ്പെടും, അതുകൊണ്ട് ഞാനത് മാറ്റി പറയില്ല എന്ന് പറഞ്ഞു. പിന്നീട് അന്നുണ്ടായിരുന്ന പണ്ഡിതന്മാരും അദ്ദേഹത്തിൻ്റെ തന്നെ ഒരുപാട് ശിഷ്യന്മാരും കുടുംബക്കാരും മക്കളും ഒക്കെ വന്നിട്ട് ശുപാർശ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇമാം തളരാതെ അങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. അങ്ങനെ 3 വർഷങ്ങൾക്ക് ശേഷം മുഅത്തസിം ഇമാമിനെ വിചാരണയ്ക്ക് വേണ്ടി വിളിപ്പിച്ചു. പറയപ്പെടുന്നത് രാജഭടന്മാർ ഇമാമിൻ്റെ താടിക്ക് പിടിച്ചിട്ട് മുഅത്തസിമിൻ്റെ മുമ്പിലേക്കിട്ടു എന്നാണ്. മുഅത്തസിം പറഞ്ഞു, യാ ഇമാം, നിങ്ങളോട് ഞാൻ ഒരൊറ്റ കാര്യം മാത്രമാണ് ചോദിക്കുന്നത്, ഒരൊറ്റ കലിമ, ഒരൊറ്റ വാക്ക്, അത് പറഞ്ഞാൽ പിന്നീട് നിങ്ങൾ സ്വതന്ത്രനാണ് എന്ന് പറഞ്ഞു. ഇമാം പറഞ്ഞു, ആ ഒരൊറ്റ കാര്യം, അത് അള്ളാഹുവിൻ്റെ കിതാബും റസൂലിൻ്റെ സുന്നത്തും പ്രകാരം എനിക്ക് തെളിയിച്ച് തരാൻ സാധിക്കുമോ, എന്നാൽ ഞാൻ അംഗീകരിച്ച് തരാം എന്ന് പറഞ്ഞു. തെളിയിച്ച് തരികയാണെങ്കിൽ ഞാനത് പറയാം എന്ന് പറഞ്ഞു. മുഅത്തസിം ഖലീഫയാണ്, ആകെ ഇൻസൾട്ടഡായി. ഇമാമിനെ അവർ ഒരു ദാക്ഷിണ്യമില്ലാതെ അടിച്ചു. അങ്ങനെ ഇമാമിൻ്റെ ബോധം മറഞ്ഞ് പോകുന്നത് വരെ അവർ പീഡിപ്പിച്ചു, അടിച്ചു. അങ്ങനെ കുറേ കഴിഞ്ഞിട്ട് ഇമാം ഇങ്ങനെ രക്തത്തിൽ കുളിച്ച് കിടക്കുകയാണ്. ബോധം വീണപ്പോൾ മുഅത്തസിം ഇമാമിൻ്റെ മുഖത്ത് പിടിച്ചിട്ട് ചോദിച്ചു, യാ ഇമാം, നിന്നോട് ഞാൻ ഒരൊറ്റ വാക്ക് മാത്രമാണ് ചോദിക്കുന്നത്, ഒരൊറ്റ വാക്ക്. ഇമാം പറഞ്ഞു, ആ ഒരു വാക്ക് അത് ഖുർആൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ എനിക്ക് തെളിയിച്ചു തരാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. അവർ പിന്നെയും ഇമാമിനെ അടിച്ചു. ഭടന്മാർ കൂട്ടം ചേർന്ന് നിന്ന് അടിച്ചു. ഇമാമിൻ്റെ ബോധം നഷ്ടപ്പെട്ട് തിരിച്ചങ്ങനെ ജയിലിൽ കൊണ്ടുപോയി തന്നെ ഇടുകയാണ്. ഈ ജയിലിലുള്ള സമയത്ത് ഇമാം മറ്റ് തടവുകാരെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എന്നെ കാണാൻ വന്ന പണ്ഡിതന്മാരെക്കാളും എനിക്ക് ധൈര്യം തന്നത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന തടവുകാരാണ് എന്ന് ഇമാം പറയുന്നുണ്ട്. അതിലൊരു കള്ളുകൂടിയനുണ്ടായിരുന്നു. അയാൾ ഒരിക്കൽ വന്നിട്ട് ഇമാമിനെ ഉപദേശിക്കുന്നുണ്ട്. അയാൾ പറഞ്ഞു, ഞാൻ ഈ കള്ളിൻ്റെ ആസക്തി കാരണം, കള്ളിനോടുള്ള എൻ്റെ ആസക്തി കാരണം ഞാൻ ഈ ജയിൽ ശിക്ഷയും ഇവിടുത്തെ പീഡനങ്ങളും അതൊക്കെ തരണം ചെയ്യുന്നുണ്ടെങ്കിൽ റബ്ബിനോടുള്ള മുഹബ്ബത്തിൻ്റെ പേരിൽ നിങ്ങളും ഇതൊക്കെ തരണം ചെയ്യും എന്ന് പറഞ്ഞു. നിങ്ങൾക്കും ഇതെല്ലാം തരണം ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞു. അതുപോലെ വ്യഭിചാര കുറ്റത്തിനകത്തായിട്ടുള്ള ഒരു വ്യക്തി, അയാൾ വന്നിട്ട് ഇമാമിനോട് വന്നിട്ട് പറയുന്നുണ്ട്, യാ ഇമാം, ഈ ചാട്ടവാറ് കൊണ്ടുള്ള അടി അതൊരു 4-5 അടി മാത്രമേ നമുക്ക് വേദനിക്കുള്ളൂ, അത് കഴിഞ്ഞാൽ ഒരു തരം തരിപ്പാണ്, നമ്മളൊന്നും അറിയുകയില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ ആശയത്തിൽ തന്നെ ഉറച്ചു നിൽക്കണം എന്ന് പറഞ്ഞു. ഇത്തരത്തിലുള്ള തടവുകാരുമായിട്ട് ഇമാം കൂടുതൽ അടുപ്പത്തിലാവുകയും അവരുമായിട്ട് കൂടി നിന്ന് നമസ്കരിക്കുകയും അവർക്ക് അറിവ് പകർന്നു കൊടുക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇമാം അവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് കൂടെയുണ്ടായിരുന്ന മുഴുവൻ തടവുകാരും അവർ നല്ലവരായി എന്ന് മാത്രമല്ല, അവർ വലിയ പണ്ഡിതന്മാരും മശായിഖന്മാരും ഒക്കെ ആയി മാറി എന്നാണ്. വലിയ മുഹദ്ദിസുകളും പണ്ഡിതന്മാരും ഒക്കെ ആയി മാറി എന്നാണ്. കൂടെ ഉണ്ടായിരുന്ന മുഴുവൻ തടവുകാരും വലിയ മശായിഖന്മാരും മുഹദ്ദിസുകളുമായി മാറുകയാണ്. ഈ തടവിലുണ്ടായിരുന്ന സമയത്ത് വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ ഇമാം
നല്ല രീതിയിൽ വൃത്തിയായി വന്നിട്ട് പള്ളിയിലേക്ക് പോകാൻ വേണ്ടി അവിടുത്തെ കാവൽക്കാരൻ്റെ അടുത്ത് അനുവാദം ചോദിക്കും. എനിക്കൊന്ന് ജുമാക്ക് വേണ്ടി പള്ളിയിൽ പോകാൻ അനുവദിക്കണം എന്ന് ആവർത്തിച്ച് കരഞ്ഞ് പറയും. പക്ഷെ അവർ സമ്മതിക്കില്ല. അങ്ങനെ അവസാനം ഇമാമ് തിരിഞ്ഞു നിന്നിട്ട് അള്ളാഹുവിനോട് പറയും എന്നാണ്, അള്ളാഹുവെ, ഞാൻ ജുമാക്ക് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ നിൻ്റെ പടപ്പുകൾ എന്നെ അതിന് അനുവദിക്കുന്നില്ല. പിന്നീട് ഒരു അവസരത്തിൽ മുഅത്തസിം ഈ ഖുർആൻ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന ആശയത്തെ അനുകൂലിക്കുന്ന കുറേ അത്തരത്തിലുള്ള പണ്ഡിതന്മാരെയും ആളുകളെയും ഒക്കെ ഒരുമിച്ച് കൂട്ടി അവിടേക്ക് ഇമാമിനെയും കൊണ്ടുവന്നു. അങ്ങനെ ഈ പണ്ഡിതന്മാർ ഇമാമുമായിട്ടൊരു വലിയ സംവാദത്തിൽ ഏർപ്പെട്ടു എന്നാണ്, പരസ്യമായിട്ട്. അവരുടെ വാദങ്ങൾക്കൊക്കെ ഇമാമ് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുന്നുണ്ട്. 3-4 പേരാണ് ചുറ്റും നിന്നിട്ട് ഇമാമിനോട് സംവദിക്കുന്നത്. പക്ഷേ ഇമാമ് അതൊക്കെ ഖുർആൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പൊളിച്ചടക്കുന്നുണ്ട്. അങ്ങനെ ഒരു നിലക്കും വഴങ്ങാതായപ്പോൾ മുഅത്തസിം അവിടെ വെച്ച് തന്നെ ഈ പറയപ്പെട്ട പണ്ഡിതന്മാരുടെ മുന്നിൽ വെച്ച് ഇമാമിനെ പരസ്യമായി പീഡിപ്പിക്കാൻ വേണ്ടി ഉത്തരവിടുകയാണ്. അങ്ങനെ രാജഭടന്മാർ ഇമാമിനെ അവിടെ വെച്ച് ഒരുപാട് ആക്രമിക്കുന്നുണ്ട്, അടിക്കുന്നുണ്ട്. ഇമാമിൻ്റെ ഒരു മേലെടുപ്പുണ്ടായിരുന്നു, അതവർ വലിച്ചു ഊരിയെടുത്തു. അപ്പോൾ നോക്കുമ്പോൾ അതിലെന്തോ ഇങ്ങനെ തുന്നി പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഭടന്മാർ ഇമാമിൻ്റെ അടുത്ത് ചോദിച്ചത് എന്താണ് എന്ന് ചോദിച്ചു. ഇമാമ് പറഞ്ഞു, അത് പരിശുദ്ധ പ്രവാചകൻ്റെ തിരുകേശമാണ്, പരിശുദ്ധ പ്രവാചകൻ്റെ തലമുടിയാണ് എന്ന് പറഞ്ഞു, റസൂലിൻ്റെ മുടി. അവരങ്ങനെ ഇമാമിനെ തല കീഴായി കെട്ടിയിട്ടു. എത്രയോ നേരം ആളുകൾ മാറി മാറി നിന്ന് ഇമാമിനെ ആക്രമിച്ചു, അടിച്ചു. ഇമാമിനെ ആക്രമിക്കുന്ന ഈ ഭടന്മാർ തളർന്നു. അവർ പറഞ്ഞു, യാ ഇമാം, ഇനിയെങ്കിലും നിങ്ങളിതൊന്ന് മതിയാക്ക്, ഇനിയെങ്കിലും ഇതൊന്ന് സമ്മതിക്ക് എന്ന് പറഞ്ഞു. ഇമാമ് പറഞ്ഞു, ഖുർആനിൽ നിന്നോ സുന്നത്തിൽ നിന്നോ എനിക്കൊരു തെളിവ് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു. മുഅത്തസിം പറഞ്ഞു, യാ ഇമാം, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞൊന്ന് സമ്മതിക്ക്, എന്തെങ്കിലും രീതിയിലൊന്ന് സമ്മതിക്ക്, ഞാൻ നിന്നെ പറഞ്ഞു വിടാം എന്ന് പറഞ്ഞു. ഇമാമ് പക്ഷെ അതൊന്നും കൂട്ടാക്കിയില്ല. അങ്ങനെ അവർ വളരെ ക്രൂരമായി തന്നെ ഇമാമിനെ ആക്രമിച്ചു, അടിച്ചു. കുറേ ആളുകൾ കൂട്ടം കൂടി നിന്ന് തല്ലി. ഇമാമിനങ്ങനെ ബോധം നഷ്ടപ്പെട്ടു. എന്നിട്ടും കുറേ നേരം അവർ ഇമാമിനെ അടിച്ചു. എത്രയോ ദിവസം ഇമാമ് ബോധരഹിതനായി കിടന്നു എന്നാണ്. ഇത് റമളാൻ്റെ സമയത്താണ്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഇമാമിന് ബോധം തിരിച്ചു കിട്ടുകയാണ്. ഇമാമിൻ്റെ മേലാസകലം മുറിഞ്ഞു, രക്തത്തിൽ കുളിച്ച് കാലൊടിഞ്ഞ് ആകെ അവശനാണ്. അവിടുത്തെ കാവൽക്കാരൻ വന്നിട്ട് ഇമാമിനോട് ചോദിച്ചു, എന്താ സംഭവിച്ചതെന്ന് നിനക്ക് വല്ല പിടിയുണ്ടോ എന്ന് ചോദിച്ചു. എന്നിട്ട് അയാൾ ആ പീഡന പരമ്പര ഇങ്ങനെ വിവരിച്ചു കൊടുക്കുകയാണ് ഇമാമിന്. നിന്നെ ഞങ്ങൾ ഒരുപാട് നേരം ആക്രമിച്ചു, നിൻ്റെ മുഖത്ത് ഞങ്ങൾ ചാടി ചവിട്ടി, നിലത്തിട്ട് നിന്നെ തട്ടി കളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇമാമിനതിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇമാമ് പറഞ്ഞു, അൽഹംദുലില്ലാ, ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല, എൻ്റെ ബോധം നഷ്ടപ്പെട്ടിരുന്നു, എനിക്കൊന്നും അറിയാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ കുറച്ച് ഭക്ഷണവും വെള്ളമൊക്കെ ഇമാമിന് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നു കൊടുത്തു. ഇമാമ് ചോദിച്ചത്, നോമ്പുകാലല്ലേ, ഇത് നോമ്പിൻ്റെ മാസമല്ലേ? അയാൾ പറഞ്ഞു, അതെ. എങ്കിൽ എനിക്ക് വേണ്ട, എനിക്ക് നോമ്പാണ് എന്ന് പറഞ്ഞു. ഈ കാവൽക്കാരൻ പറഞ്ഞു, നിനക്ക് അതിനുള്ള ആരോഗ്യമൊന്നുമില്ല, നീ ഇത് കഴിക്ക്, ഇത് കുടിക്ക് എന്ന് പറഞ്ഞു. ഇമാമ് പറഞ്ഞു, എനിക്ക് വേണ്ട, ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞു. ഇമാമിൻ്റെ ഇത്തരത്തിലുള്ള പീഡന പരീക്ഷണ കാലഘട്ടം ഒരുപാട് നീണ്ടു പോകുന്നുണ്ട്, കുറേ വർഷങ്ങൾ നീണ്ടു പോകുന്നുണ്ട്. സമുദായത്തിന് നീ സത്യം ബോധ്യപ്പെടുത്തി കൊടുക്കണേ എന്ന് ഇമാമ് പ്രാർത്ഥിച്ചിരുന്നു എന്നാണ്. അങ്ങനെ ഒരു ദിവസം മുഅത്തസിം ഇമാമിനെ വിളിപ്പിച്ചു. പറഞ്ഞു, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. ഞാൻ 2 സിംഹങ്ങളെ കണ്ടു. അവരെന്നെ കീറിപ്പറിക്കാൻ വരികയായിരുന്നു. പിന്നീട് 2 മലക്കുകൾ വന്നു, അവരെ നിയന്ത്രിച്ച് നിർത്തി. പിന്നീട് അവർ എന്നെ നിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു, ഇമാം അഹ്മദിൻ്റെ അടുത്തേക്ക് എന്നെ കൊണ്ടുവന്നു. ഇത് മുഅത്തസിം കാണുന്ന ഒരു സ്വപ്നമാണ്. അവർ വന്നിട്ട് നിന്നോട് ചോദിച്ചു, യാ അഹ്മദ്, ഖുർആനെ കുറിച്ച് നിങ്ങൾ എന്തു പറയുന്നു എന്ന് ചോദിച്ചു. അങ്ങനെ ഇമാം അഹ്മദ് പറഞ്ഞു, കലാമുല്ലാ ഗൈരി മഖ്ലൂഖ്, അത് അള്ളാഹുവിൻ്റെ വചനമാണ്, സൃഷ്ടിക്കപ്പെട്ടതല്ല. അവർ ചോദിച്ചു, നിനക്കിത് എവിടെ നിന്ന് കിട്ടി? ഇമാമ് പറഞ്ഞു, ഇമാം അബ്ദുർ റസാഖ് സന്നാനി പറഞ്ഞു തന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഇമാം അബ്ദുർ റസാഖിനെ സ്വപ്നത്തിൽ കാണപ്പെട്ടു. അവർ ചോദിച്ചു, നിങ്ങൾ ഖുർആനെ കുറിച്ച് എന്ത് പറയുന്നു? അബ്ദുർ റസാഖ് പറഞ്ഞു, അത് അള്ളാഹുവിൻ്റെ വചനമാണ്, സൃഷ്ടിക്കപ്പെട്ടതല്ല. അവർ ചോദിച്ചു, നിനക്കിത് എവിടെ നിന്ന് കിട്ടി? പറഞ്ഞു, മാമർ. അങ്ങനെ മാമറിനെ കൊണ്ടുവരപ്പെട്ടു. അള്ളാഹു മാമറിനോട് ചോദിച്ചു. മാമർ പറഞ്ഞു, ഖുർആൻ അള്ളാഹുവിൻ്റെ വചനമാണ്, അത് സൃഷ്ടിക്കപ്പെട്ടതല്ല. എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു. ഇമാമ സുഹരിയെ കൊണ്ടുവരപ്പെട്ടു. നിനക്കത് എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചു. അങ്ങനെ ഉർവ ഇബ്നു സുബൈറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞു. അങ്ങനെ ഉർവ ഇബ്നു സുബൈറിനെ കൊണ്ടുവരപ്പെട്ടു. നിനക്കത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു. ആയിഷ ബിൻതി അബീ ബക്കർ എന്ന് പറഞ്ഞു. ആയിഷയെ കൊണ്ടുവന്നു. എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു.
റസൂലുള്ള പറഞ്ഞു തന്നു എന്ന് പറഞ്ഞു. അങ്ങനെ മുഹമ്മദ് നബിയെ കൊണ്ടുവരപ്പെട്ടു. യാ മുഹമ്മദ്, ഖുർആനെ കുറിച്ച് നീ എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. പറഞ്ഞു കലാമുല്ലാഹി ഗൈരി മഖ്ലൂഖ്, അത് അള്ളാഹുവിൻ്റെ വചനമാണ്, സൃഷ്ടിക്കപ്പെട്ടതല്ല എന്ന് പറഞ്ഞു. ചോദിച്ചു നിനക്കത് എവിടെ നിന്ന് കിട്ടി? പറഞ്ഞു ജിബ്രീൽ പറഞ്ഞു തന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ജിബ്രീലിനെ കൊണ്ടുവരപ്പെട്ടു. ജിബ്രീലിനോട് ചോദിച്ചു നിനക്കത് എവിടെ നിന്ന് കിട്ടി? പറഞ്ഞു ലൗഹൽ മഹ്ഫൂദ്. അങ്ങനെ ലൗഹ് കൊണ്ടുവരപ്പെട്ടു. ഇതെവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചു. പറഞ്ഞു കലം പറഞ്ഞു തന്നു എന്ന് പറഞ്ഞു. അങ്ങനെ കലം കൊണ്ടുവരപ്പെട്ടു. ചോദിച്ചു നിനക്ക് ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? കലം പറഞ്ഞു നിന്നിൽ നിന്നാണ് യാ അല്ലാഹ് എന്ന് പറഞ്ഞു. അങ്ങനെ അള്ളാഹു പറഞ്ഞു കലം സത്യം പറഞ്ഞിരിക്കുന്നു, ലൗഹ് സത്യം പറഞ്ഞിരിക്കുന്നു, ജിബ്രീൽ സത്യം പറഞ്ഞിരിക്കുന്നു, റസൂലുള്ള സത്യം പറഞ്ഞിരിക്കുന്നു, ആയിഷ ബിൻതി അബീബക്കർ സത്യം പറഞ്ഞിരിക്കുന്നു, ഉർവാ ഇബ്നു സുബൈർ സത്യം പറഞ്ഞിരിക്കുന്നു, ഇമാം അസ്സുഹരി സത്യം പറഞ്ഞിരിക്കുന്നു, മഅ്മർ സത്യം പറഞ്ഞിരിക്കുന്നു, ഇമാം അബ്ദുർ റസാഖ് സത്യം പറഞ്ഞിരിക്കുന്നു. അങ്ങനെ അവസാനം അഹ്മദ് ബിൻ ഹംബൽ സത്യം പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവരെല്ലാവരും സത്യം പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് മുഅ്തസിം കാണുന്ന ഒരു സ്വപ്നമാണ്. എന്തായാലും അതിനുശേഷം ഇമാം അഹ്മദ് ബിൻ ഹംബൽ ജയിൽ മോചിതനാകുകയാണ്. ഇമാമ് പിന്നീട് വീണ്ടും ഈ ഹദീസ് പഠിക്കലും പഠിപ്പിക്കലും അത് എഴുതിയെടുക്കലും ഒക്കെ ആയിട്ട് അങ്ങനെ ജീവിതം കഴിച്ചുകൂട്ടി. ഹിജറ 227 842 മുഅ്തസിം അന്തരിച്ചു. പിന്നീട് അയാളുടെ മകൻ വാസിഖ് അടുത്ത ഖലീഫയായി. ഈ വാസിഖ് ഖലീഫയായപ്പോൾ ഈ ഒരു ഐഡിയോളജി പിന്നെയും കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നുണ്ട്, കലാമുല്ലാഹി മഖ്ലൂക്ക്. അയാളെ സമയത്ത് ഷാഫി ഇമാമിൻ്റെ ഒരു പ്രധാനപ്പെട്ടൊരു ശിഷ്യനുണ്ടായിരുന്നു. അയാളെ വിളിച്ചു വരുത്തി ഈ ഒരു ചോദ്യം ചോദിക്കുകയും അങ്ങനെ അദ്ദേഹം ഖുർആൻ അള്ളാഹുവിൻ്റെ വചനമാണ്, അത് സൃഷ്ടിക്കപ്പെട്ടതല്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തെ കുരിശിലേറ്റി കൊല ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ഫിത്ന സമയത്ത് മൂർച്ഛിച്ചപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇമാമ് ഒളിവിൽ പോകുന്നുണ്ട്. ഈ വാസിഖ് ഭരണം നടത്തുന്നത് ഏതാണ്ട് 4 വർഷക്കാലമാണ്. ആ ഒരു കാലയളവിൽ ഈ വാസിഖിൻ്റെ ഭടന്മാർ ഇമാമിനെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. പക്ഷേ ഇമാം അങ്ങനെ ഒളിവിൽ കഴിഞ്ഞു. ഇമാം ജനങ്ങളുടെ ഇടയിൽ നിന്നൊക്കെ മാറി വെള്ളവും ഭക്ഷണവും ഒന്നും കിട്ടാതെ നരകയാതന അനുഭവിച്ച് ജീവിക്കുന്ന കാലഘട്ടമാണ്. അങ്ങനെ ഈ വാസിഖിൻ്റെ ഭടന്മാർ ഇമാമിനെ തെരഞ്ഞ് അവസാനം ഇമാമ് പിടിക്കപ്പെട്ടു എന്നായപ്പോഴേക്ക് ഈ വാസിഖും മരിച്ചു പോവുകയാണ്. അതിനുശേഷം അയാളുടെ സഹോദരൻ മുത്തവക്കിൽ അടുത്ത ഖലീഫയായി. അദ്ദേഹം പക്ഷേ ഈ ഒരു ഫിത്നക്ക് എതിരായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും അദ്ദേഹം പിടിച്ച് ശിക്ഷിക്കുകയാണ്. അതിനുശേഷം ആ ഒരു വിഷയം അങ്ങനെ പതുക്കെ ഇല്ലാതെയാവുകയാണ്. ഈ മുത്തവക്കിൽ ഹംബലി ഇമാമിനെ വിളിപ്പിച്ചിട്ട് പരസ്യമായി മാപ്പ് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഹംബലി മദ്ഹബാണ് പിൻപറ്റുന്നത് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നുണ്ട്. മാത്രമല്ല ഇമാമിന് ഭരണത്തിൽ വലിയ ഒരു ജോലി വാഗ്ദാനം ചെയ്യുന്നുണ്ട്, വേറെ ധനസഹായവും മറ്റുമൊക്കെ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇമാമ് ഇതെല്ലാം നിഷേധിച്ചു. അദ്ദേഹം ഒരിക്കലും ഭരണാധികാരികളുടെ കയ്യിൽ നിന്നുള്ള ഒരു ഔദാര്യവും സ്വീകരിച്ചിരുന്നില്ല. ആ ഒരു സമയത്ത് മുത്തവക്കിൽ ഇമാമിൻ്റെ 2 മക്കളുണ്ടായിരുന്നു, അബ്ദുള്ള, സാലിഹ് എന്ന് പറഞ്ഞിട്ട്. ഇമാമിൻ്റെ മക്കളായതുകൊണ്ട് ഖലീഫ അവർക്ക് പണം കൊടുത്തു വിടുന്നുണ്ട്, ധനസഹായം ചെയ്യുന്നുണ്ട്. പക്ഷെ പിന്നീട് ഇമാമ് ഇത് അറിഞ്ഞപ്പോൾ ഇനി നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരിക്കലും ഞാൻ ജലപാനം ചെയ്യില്ല എന്നവരോട് പറഞ്ഞു എന്നാണ്. ഈ മിഹ്ന കാലഘട്ടം പതുക്കെ അതങ്ങനെ അവസാനിച്ചു. ഈ മിഹ്ന കാലഘട്ടം അതിജീവിച്ച ഒരേ ഒരു പണ്ഡിതൻ എന്ന നിലക്ക് ഹംബലി ഇമാം അക്കാലത്ത് വളരെ പ്രസിദ്ധനാണ്. അക്കാലത്ത് ഇമാമിനെ കേൾക്കാൻ വേണ്ടി 50,000-ത്തിലധികം ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ്. ബാഗ്ദാദിനെ സംബന്ധിച്ചിടത്തോളം ഇത് റെക്കോർഡാണ്. ഇതിനെക്കുറിച്ചാണ് അലി ഇബ്ൻ അൽ മദീനി പറഞ്ഞത്, 2 ആളുകളെ കൊണ്ട് അള്ളാഹു ഈ മതത്തെ വിജയിപ്പിച്ചു. റിദ്ദ കാലഘട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖിനെ കൊണ്ടും മിഹ്ന കാലഘട്ടത്തിൽ ഇമാം അഹ്മദിനെ കൊണ്ടും. അങ്ങനെ